അമേരിക്ക എത്ര കപ്പൽ വ്യൂഹത്തെ വേണമെങ്കിലും കൊണ്ടുവന്നോളൂ, എത്ര സൈനികരെ വേണമെങ്കിലും നിങ്ങൾ അയച്ചോളൂ, അവരുടെ ശവപ്പറമ്പ് ഇറാനിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഇറാനിൽ നിന്നും പുറത്തു വരുന്ന വാർത്ത. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ തലയിൽ തീ കോരിയിടാൻ തക്ക ആയുധബലം ഒരുക്കി ഇറാൻ കാത്തിരിക്കുകയാണ്. അവിടെ വാർത്തയിലേക്ക് വരാം. ഇറാന്റെ അചഞ്ചലമായ നിശ്ചയദാർഢ്യവും അതിജീവന ശേഷിയെയും കുറിച്ചുള്ള ഈ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് മുന്നിൽ തോറ്റു കൊടുക്കാത്ത ഒരു ജനതയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജൂണിൽ നടന്ന 12 ദിവസത്തെ സംഘർഷം വാസ്തവത്തിൽ പടിഞ്ഞാറൻ അധിനിവേശ ശക്തികളുടെയും ഇസ്രായേലിന്റെയും നിഗൂഢമായ താല്പര്യങ്ങളുടെ ബഹിർസ്ഫുരണമായിരുന്നു. അത്യാധുനിക ബങ്കർ തകർക്കുന്ന ബോംബുകളും ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ച് ഒരു രാജ്യത്തിന്റെ ശാസ്ത്രീയ പുരോഗതിയെ തകർക്കാമെന്ന അമേരിക്കൻ മോഹം ഒരിക്കൽ കൂടി പരാജയപ്പെട്ടിരിക്കുകയാണ്. തങ്ങൾ ഇറാന്റെ ആണവ നിലയങ്ങൾ തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും ഇറാന്റെ ആഭ്യന്തര കരുത്തിനെ വില കുറച്ച് കാണാനാണ് അവർ ശ്രമിച്ചത്. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ശാസ്ത്രീയ കേന്ദ്രങ്ങൾക്കും നേരെ നടന്ന ഈ കടന്നാക്രമണങ്ങളെ ലോകത്തിനു മുന്നിൽ ന്യായീകരിക്കാൻ പാശ്ചാത്യ മാധ്യമങ്ങൾ ശ്രമിച്ചുവെങ്കിലും ഇറാന്റെ പോരാട്ട വീര്യം ആ തന്ത്രങ്ങളെ ഒക്കെ തകിടം മറിച്ചിട്ടുണ്ട്. ഇനി സംഭവിക്കാനിരിക്കുന്നത് മഹായുദ്ധമാണ് എന്നാണ് വാർത്തകൾ പറയുന്നത്. എന്തൊക്കെയാണ് പശ്ചിമേഷ്യയിൽ നടക്കുന്നത് എന്ന് നോക്കാം. അതോടൊപ്പം ലോകത്ത് നടക്കുന്ന ഇത്തരം രാഷ്ട്രീയ മാറ്റങ്ങൾ അറിയുന്നതിനോടൊപ്പം നമുക്ക് നമ്മുടെ പണം വളർത്താനുള്ള മാർഗങ്ങളെ കുറിച്ചുകൂടി അറിഞ്ഞാലോ. അത്തരത്തിൽ ഇന്ത്യയിലെ 500 കമ്പനികളിൽ നിന്ന് ടോപ്പ് 50 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഇപ്പോൾ ഉണ്ട്. ബജാജ് ലൈഫിന്റെ BSE 500 ക്വാളിറ്റി 50 ഇൻഡെക്സ് ഫണ്ട് എന്ന NFOയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ പണം അത്തരം കമ്പനികളിലേക്കായിരിക്കും പോകുന്നത്. ഇവിടെ ഈ NFOയുടെ ഇൻഡെക്സിന്റെ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 5-7 വർഷങ്ങളിലായി ഓരോ വർഷവും ശരാശരി 26.2%, 21.2% റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. ബാങ്കിലൊക്കെ കിട്ടുന്ന 5-6% കൂടുതൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇട്ട പണം പോകുമെന്നാണ് പേടിയെങ്കിൽ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയി ഇൻവെസ്റ്റ് ചെയ്താൽ മാർക്കറ്റിൽ എന്ത് സംഭവിച്ചാലും 1 രൂപ പോലും നഷ്ടപ്പെടുകയുമില്ല. പക്ഷേ ഈ വരുന്ന ഫെബ്രുവരി 15-ാം തീയതി വരെ മാത്രമേ ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അതിനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റിലും കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി കോൾ ബാക്ക് റിക്വസ്റ്റ് കൊടുത്താൽ മലയാളത്തിൽ തന്നെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം. ഇനി വേണമെങ്കിൽ അവരുടെ ഏജന്റ് വീട്ടിൽ വന്ന് ഈ പ്ലാന് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്യും. 2000 രൂപ മുതൽ എത്ര വലിയ തുകയും നമുക്കിവിടെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ NAV വരുന്നത് 10 രൂപയാണ്. നിങ്ങൾ പ്രതിമാസം അടയ്ക്കുന്ന തുകയുടെ 120 ഇരട്ടി വരുന്ന ലൈഫ് കവർ ലഭിക്കുന്നതിനോടൊപ്പം വർഷത്തിൽ 2.5 ലക്ഷം വരെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് ടാക്സും ഉണ്ടായിരിക്കില്ല. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം 18,000 രൂപയൊക്കെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ 2 കോടിയൊക്കെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ 5 വർഷം ലോക്കിംഗ് പീരീഡ് ഉള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത്രയും കാലം തുടർച്ചയായി മാറ്റിവെക്കാൻ കഴിയുന്ന തുക തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഫെബ്രുവരി 15 വരെയാണ് ഈ അവസരമുള്ളത്. അതായത് ഇനി 8 ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. നിങ്ങൾക്ക് ഇതേക്കുറിച്ച് മനസ്സിലാക്കാനുള്ള വെരിഫൈഡ് ആയിട്ടുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാകും. എന്തായാലും ലിങ്കിൽ പോയി ഇതേക്കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക. തിരികെ വരികയാണെങ്കിൽ ലോകശക്തികളുടെ ഉപരോധങ്ങളെയും സൈനിക ഭീഷണികളെയും അവഗണിച്ചുകൊണ്ട് ഇറാൻ മുന്നേറുന്നത് അവരുടെ അസാമാന്യമായ തന്ത്രജ്ഞതയുടെ ഫലം തന്നെയാണ്. അമേരിക്കൻ അവകാശവാദങ്ങൾ വെറും പുകമറയാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ വീണ്ടും സജീവമായിരിക്കുന്നത്. അതായത് ഒന്നും തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന വസ്തുത ഞാൻ പറയട്ടെ. തകർക്കപ്പെട്ടു എന്ന് ശത്രുക്കൾ വിശ്വസിച്ച ഇടങ്ങളിൽ നിന്ന് കൂടുതൽ കരുത്തോടെ ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ നടക്കുന്നു എന്നത് ഇറാന്റെ പ്രതിരോധ ശേഷിയുടെ ഉത്തമ ഉദാഹരണമാണ്. ലോകത്തിന്റെ കണ്ണ് വെട്ടിച്ചല്ല, മറിച്ച് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള അവകാശം ഉയർത്തിപ്പിടിച്ചാണ് ഇറാൻ ഈ നേട്ടങ്ങളൊക്കെ കൈവരിക്കുന്നത്. ഉപരോധങ്ങൾ കൊണ്ട് ഒരു ജനതയുടെ ബുദ്ധിയെയും വിജ്ഞാനത്തെയും തടയാനാവില്ലെന്ന് ഇറാൻ ഇതാ തെളിയിച്ചിരിക്കുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഏകപക്ഷീയമായ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഒരു രാജ്യത്തിന്റെ ശാസ്ത്രീയ ഗവേഷണങ്ങളെയും സിവിലിയൻ ആവശ്യങ്ങൾക്കായിട്ടുള്ള ഊർജ പദ്ധതികളെയും ബോംബുകൾ കൊണ്ട് നേരിടുന്നത് ഭീരുത്വമല്ലാതെ മറ്റെന്താണ്? എന്നാൽ ഈ വെല്ലുവിളികളെ അതിജീവിച്ച് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സ്വന്തമായി വികസിപ്പിച്ചെടുക്കുന്ന ഇറാന്റെ രീതി ലോകത്തെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. പടിഞ്ഞാറൻ വൃത്തങ്ങൾ അവഗണിക്കാൻ ശ്രമിക്കുന്ന ഇറാന്റെ ശാസ്ത്രീയ വിജയങ്ങൾ അടിച്ചമർത്തപ്പെട്ട രാജ്യങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല.
തങ്ങളുടെ മണ്ണും വിഭവങ്ങളും സംരക്ഷിക്കാൻ ഇറാൻ കാണിക്കുന്ന ഈ ചടുലത സാമ്രാജ്യത്വ ശക്തികൾക്ക് നൽകുന്ന ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ്. സമാധാനത്തിന്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് അധിനിവേശം നടത്തുന്നവർക്ക് ഇറാന്റെ പുനരുജ്ജീവനം വലിയൊരു തിരിച്ചടിയായിട്ട് മാറിക്കഴിഞ്ഞു എന്നാണ് പറയാനുള്ളത്. ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളെയും അവരുടെ ശാസ്ത്രീയ മുന്നേറ്റങ്ങളെയും കുറിച്ച് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ പടിഞ്ഞാറൻ ശക്തികൾക്ക് എളുപ്പത്തിൽ തകർക്കാൻ കഴിയാത്ത വിധം സുശക്തമായ ഒരു സംവിധാനമാണ് ആ രാജ്യം കെട്ടിപ്പടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് വ്യക്തമാകുന്നതേ ഉള്ളൂ. പതിറ്റാണ്ടുകളായി തുടരുന്ന സാമ്പത്തിക ഉപരോധങ്ങളെ അതിജീവിച്ച് ഇറാൻ കൈവരിച്ച സ്വയം പര്യാപ്തത ലോക ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത പോരാട്ട വീര്യത്തിന്റെ അടയാളമാണ്. തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേലും അമേരിക്കയും നിരന്തരം ഗൂഢാലോചനകൾ നടത്തുമ്പോഴും ആ തടസ്സങ്ങളെല്ലാം മറികടക്കാൻ പ്രാപ്തിയുള്ള ഭൂഗർഭ പരീക്ഷണശാലകളും അത്യാധുനിക പ്രതിരോധ കവചങ്ങളും ഇറാൻ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇത് കേവലം സൈനിക ശക്തിയുടെ മാത്രം പ്രകടനമല്ല, മറിച്ച് ഒരു ജനതയുടെ ബുദ്ധിശക്തിയും ആത്മസമർപ്പണവും സാമ്രാജ്യത്വത്തിനെതിരെയുള്ള വിജയം കാണുന്ന കാഴ്ച തന്നെയാണ്. ഏറെ സന്തോഷകരമാണ് ഈ കാഴ്ച എന്ന് മാത്രം. അമേരിക്കൻ സാങ്കേതിക വിദ്യയേക്കാൾ മികച്ച പ്രതിരോധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ഇറാനിലെ ശാസ്ത്രജ്ഞർക്ക് കഴിയുന്നു എന്നത് ലോകശക്തികളെ അസ്വസ്ഥരാക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഇസ്രായേലിന്റെ ചാര സംഘടനയായ മൊസാദും അമേരിക്കൻ ഇന്റലിജൻസ് പരാജയപ്പെട്ടെടുത്തുനിന്നാണ് ഇറാന്റെ വിജയഗാഥ തുടങ്ങുന്നത്. ജൂണിലെ ആക്രമണത്തിന് ശേഷം ഇറാന്റെ ആണവ പ്രവർത്തനം നിലച്ചുവെന്ന് വരുത്തി തീർക്കാൻ പടിഞ്ഞാറൻ മാധ്യമങ്ങൾ വലിയ പ്രചാരണം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇറാൻ തോറ്റു എന്നാണ് അന്നവർ വിചാരിച്ചത്. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. തങ്ങളുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ഭൂമിക്കടിയിൽ അതീവ സുരക്ഷിതമായ അറകളിലേക്ക് മാറ്റുകയും പരീക്ഷണം കൂടുതൽ ഊർജിതമാക്കുകയുമാണ് ഇറാൻ ചെയ്തത്. ഇത് ശത്രുരാജ്യങ്ങൾ വിരിച്ച വലകളെ തകർക്കുന്ന അതിസമർത്ഥമായ ഒരു നീക്കം തന്നെയായിരുന്നു. പടിഞ്ഞാറൻ അധിനിവേശ ചരിത്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന ഈ മുന്നേറ്റം അടിച്ചമർത്തപ്പെട്ട എല്ലാ രാഷ്ട്രങ്ങൾക്കും വലിയ പാഠമാണ് നൽകുന്നത്. ആയുധബലം കൊണ്ട് ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ ചിന്താശക്തിയെയും വളർച്ചയെയും ഇല്ലാതാക്കാമെന്നത് വെറും മിഥ്യാധാരണയാണ് എന്നാണ് ഇറാൻ വീണ്ടും വീണ്ടും തെളിയിക്കുന്നത്. ശാസ്ത്രീയ ഗവേഷണങ്ങൾ സിവിലിയൻ ആവശ്യങ്ങൾക്കും വൈദ്യുതോൽപാദനത്തിനും വേണ്ടിയാണെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും അതിനെ വളരെ സംശയത്തോടെ കാണുന്ന പടിഞ്ഞാറൻ ഇരട്ടത്താപ്പിനെയാണ് ഇവിടെ നാം വിമർശിക്കേണ്ടത്. ഇറാന്റെ ഓരോ തകർക്കപ്പെട്ട ചുവരുകളും അവർ കൂടുതൽ കരുത്തോടെ പുനർനിർമ്മിക്കുന്നു എന്നത് അവരുടെ അചഞ്ചലമായ വിശ്വാസത്തിന്റെയും അവരുടെ ദേശീയ ബോധത്തിന്റെയും തെളിവ് തന്നെയാണ്. ഇസ്രായേലിന്റെ പ്രകോപനപരമായ നടപടികൾ മേഖലയിലെ സമാധാനം തകർക്കുമ്പോൾ ഇറാൻ കാണിക്കുന്ന സംയമനവും അതേസമയം തന്നെ നൽകുന്ന കൃത്യമായ തിരിച്ചടികളും അവരുടെ രാഷ്ട്രീയ പക്വതയാണ് സൂചിപ്പിക്കുന്നത്. അധിനിവേശ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ സ്വന്തം വിഭവങ്ങളും സ്വന്തം അറിവും ഉപയോഗിച്ച് ഒരു ലോകശക്തിയായി ഇറാൻ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ലോകം ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. പടിഞ്ഞാറൻ കുതന്ത്രങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇറാൻ നടത്തുന്ന ഈ പ്രയാണം വരും കാലങ്ങളിൽ ലോക രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പടിഞ്ഞാറൻ ഏഷ്യയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം മാത്രമല്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന സങ്കീർണമായ ഒരു അധികാര വടംവലിയാണ് അവിടെ നടക്കുന്നത്. ഇറാന്റെ ആണവശേഷിയെ തകർക്കാൻ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന നീക്കങ്ങൾ പരാജയപ്പെടുമ്പോൾ മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങളാണ് പ്രകടമാകുന്നത്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങളുമായി ഇറാൻ പുലർത്തുന്ന നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയാണ് അവർക്കുണ്ടാക്കുന്നത്. പടിഞ്ഞാറൻ ശക്തികൾ ഇറാനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും റഷ്യയുമായും ചൈനയുമായും ഇറാൻ രൂപപ്പെടുത്തിയെടുക്കുന്ന തന്ത്രപരമായ സഖ്യം അമേരിക്കൻ മേധാവിത്വത്തിന് കനത്ത വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നു. ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം തന്നെ അവരുടെ ഏറ്റവും വലിയ പ്രതിരോധ കവചങ്ങളിൽ ഒന്നാണ്. ഹോർമുസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായ പാതകളിലെ ഇറാന്റെ സ്വാധീനം ആഗോള എണ്ണ വിപണിയെ പോലും നിയന്ത്രിക്കാൻ പ്രാപ്തിയുള്ളതാണ്. ഈ ഒരു കരുത്തിനെ തകർക്കാനാണ് ഉപരോധങ്ങളിലൂടെയും സൈനിക ആക്രമണങ്ങളിലൂടെയും അമേരിക്ക അടക്കമുള്ള ഇറാന്റെ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 12 ദിവസം നീണ്ട ആ ക്രൂരമായ ആക്രമണങ്ങളെ അതിജീവിച്ചതിലൂടെ സാങ്കേതികമായി തങ്ങൾ എത്രത്തോളം മുന്നിലാണെന്ന് ഇറാൻ ലോകത്തിന് കാട്ടിക്കൊടുത്തു കഴിഞ്ഞു. ശാസ്ത്രീയ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു എന്ന് പാശ്ചാത്യർ അവകാശപ്പെടുമ്പോഴും അത്യാധുനിക ഡ്രോണുകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും നിർമ്മിക്കുന്നതിൽ ഇറാൻ ഇന്ന് ലോകത്തിന്റെ മുൻനിരയിൽ തന്നെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇസ്രായേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധികൾ മറച്ചുവെക്കാനാണ് അവർ പലപ്പോഴും ഇറാന് നേരെ തിരിയുന്നത് എന്നൊരു നിരീക്ഷണമുണ്ട്. തങ്ങളുടെ രാജ്യത്തിനുള്ളിലെ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ അയൽ രാജ്യങ്ങളിൽ സംഘർഷം സൃഷ്ടിക്കുന്നത് അധിനിവേശ ശക്തികളുടെ സ്ഥിരം ശൈലി തന്നെ.
എന്നാൽ ഇറാന്റെ പ്രതിരോധം ഇത്തരം വില കുറഞ്ഞ തന്ത്രങ്ങൾക്ക് വഴങ്ങുന്ന ഒന്നല്ല. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വെക്കുന്നതിലൂടെ ഒരു ജനതയെ ഭയപ്പെടുത്താമെന്ന് പടിഞ്ഞാറൻ ശക്തികൾ കരുതിയെങ്കിലും അത് ജനങ്ങളെ തങ്ങളുടെ ഭരണകൂടത്തോട് കൂടുതൽ അടുപ്പിക്കുകയും ദേശസ്നേഹം വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഇറാന്റെ ശാസ്ത്രീയ പുരോഗതിയെ തടയാൻ നോക്കുന്നവർ യഥാർത്ഥത്തിൽ മനുഷ്യരാശിയുടെ വിജ്ഞാന സമ്പാദത്തെ തന്നെയാണ് തടസ്സപ്പെടുത്തുന്നത് എന്ന് കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കണം. ഭാവിയിൽ ഇറാൻ ഈ മേഖലയിലെ ഏറ്റവും വലിയ ശാസ്ത്ര സാങ്കേതിക കേന്ദ്രമായി മാറാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഉപരോധങ്ങൾ അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പടിഞ്ഞാറൻ ആശ്രിതത്വം ഇല്ലാതെ എങ്ങനെ ഒരു ആധുനിക രാഷ്ട്രം കെട്ടിപ്പടുക്കാമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ഇറാൻ. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വെല്ലുവിളികളെ തരിപ്പണമാക്കിക്കൊണ്ട് അവർ നടത്തുന്ന ഈ പ്രയാണം പുതിയൊരു ലോകക്രമത്തിന്റെ ഉദയത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അത് കേവലം ആയുധബലത്തിന്റെ വിജയം മാത്രമല്ല, മറിച്ച് അപമാനിക്കപ്പെട്ട ഒരു ജനതയുടെ അഭിമാനകരമായ തിരിച്ചുവരവ് തന്നെയാണ്. ഇവിടെയാണ് ലോകം ഇറാന്റെ കൂടെ നിൽക്കുന്നതും. യുദ്ധം ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല. പക്ഷേ ഇറാനെ എത്ര തവണ തകർത്തെറിഞ്ഞിട്ടും അവർ വീണ്ടും തിരിച്ചു വരുന്നു എന്നത് ലോകം മുഴുവൻ കണ്ടു നിൽക്കുന്ന ഒരു സത്യം കൂടിയാണ്. അപ്പോൾ ഇറാനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഫെബ്രുവരി 15 വരെയാണ് നമുക്ക് ആ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക. ഇനി നമ്മുടെ മുന്നിൽ 8 ദിവസം കൂടിയേ ഉള്ളൂ. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.